നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. SIT റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരായ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും CPIM ഒരു നടപടിയും ഇതുവരെയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് പിന്നാലെ വൻ പ്രതിഷേധം. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്നും തുണിക്കഷ്ണം ലഭിച്ചതിൽ DMOയുടെ അന്വേഷണം വേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ലെന്നാണ് യുവതിയുടെ ആരോപണം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയെ ഭരിക്കുമെന്ന AK ബാലന്റെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIMന് സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. AK ബാലന് BJPയുടെ സ്വരമെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ ചാണ്ടി ഉമ്മനാണ് ഏറ്റവും യോഗ്യനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്. തൊടുപുഴയിൽ വീണ്ടും ജനവിധി നേടാൻ PJ ജോസഫ്. മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന പ്രചാരണം തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോസഫ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് വിവരങ്ങൾ പുറത്ത്. സതീശന്റെ UK യാത്രയിൽ ക്രമക്കേടെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശം. അനുമതി ലഭിച്ചത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും മാത്രമല്ല. എന്നാൽ ഫണ്ട് പിരിവിനായി യാത്ര ദുരുപയോഗം ചെയ്തെന്ന് വിജിലൻസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം നിബന്ധനയിൽ ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. തെരുവുനായ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പിടികൂടുന്ന നായകളെ അവിടെ തന്നെ തുറന്നുവിട്ടാൽ എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കോടതി. കടിക്കാതിരിക്കാൻ നായകളെ കൗൺസിലിംഗിന് വിധേയമാക്കുക മാത്രമാണ് ഇനിയുള്ള പരിഹാരമെന്നും മൃഗസ്നേഹികൾക്ക് പരിഹാസം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓഫീസ് മുറി തർക്കം അവസാനിക്കുന്നു. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ശാസ്തമംഗലത്തെ ഓഫീസ് VK പ്രശാന്ത് MLA മാറും. പുതിയ ഓഫീസ് മരുതുംകുഴി. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഓഫീസ് മാറുന്നതെന്ന് VK പ്രശാന്ത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടി. പരാതിക്കാരിയെ കക്ഷി ചേർക്കുകയും ചെയ്തു. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കക്ഷി ചേർത്തത്. താൻ കടുത്ത സൈബർ അധിക്ഷേപം നേരിടുന്നുവെന്ന് അതിജീവിത കോടതി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന് രാഷ്ട്രീയ കേരളത്തിന്റെ വിട. മൃതദേഹം ആലുവ ആലങ്ങോട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. അന്ത്യോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. അന്ത്യം 73-ാം വയസ്സിൽ അർബുദ രോഗബാധയോടെ. ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ കൈമാറി ജില്ലാ ഭരണകൂടം. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പണം കൈമാറിയത് ദേശീയപാത അതോറിറ്റി. ബിജുവിന്റെ മകൾക്ക് ജോലി നൽകുന്നത് സർക്കാർ പരിഗണനയിലെന്നും കളക്ടർ അറിയിച്ചു. തുടർച്ചയായി സമൻസ് അവഗണിച്ചതിന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ ED 10 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. ആലപ്പുഴ ഹരിപ്പാടിൽ ആനയുടെ കാൽച്ചുവട്ടിൽ കുഞ്ഞു വീണതിനെതിരെ സ്വമേധയാ കേസെടുത്ത് പോലീസ്. ദേവസ്വം പാപ്പാൻ ജിതിൻ രാജിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ പിതാവ് അഭിലാഷിനായി തിരച്ചിൽ തുടർന്നു. പാലക്കാട് പോത്തുണ്ടിയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ സജിത ദമ്പതികളുടെ മകൾക്ക് സഹായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം അനുവദിച്ചു. 3 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പത്തനംതിട്ടയിൽ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ച 143 ദുരിതബാധിതർക്കും ധനസഹായം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം വിതുരയിൽ യുവാവിനെയും യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാരായമുട്ടം സ്വദേശി സുബിൻ, ആര്യൻകുട സ്വദേശി മഞ്ജു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മിൽമ പാൽ വില കൂട്ടാൻ ആലോചനയെന്ന് ചെയർമാൻ KS മണി. പാൽ സംഭരണം കൂടിയിട്ടുണ്ട്. കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലെ വില കൂട്ടൽ ഉണ്ടാകുമെന്നും KS മണി. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ശില്പ, മകൻ അക്ഷയ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയം. പാലക്കാട് കുഞ്ചേർ പതിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വൈദ്യക്ക് പരിക്ക്. തോട്ടം തൊഴിലാളി മല്ലികയ്ക്കാണ് പരിക്ക് പറ്റിയത്.